പ്രൈസ് ലോർഡ്. നമുക്കൊരു തിരുവചന ഭാഗം വായിച്ച് നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 42 മുതലുള്ള ചില വേദഭാഗങ്ങൾ ഒരാളെ ശബ്ദം ഉയർത്തി വായിച്ചാൽ. ജന്മഭൂമികളും വസ്തുവകളും വിറ്റവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൂടെ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. താങ്ക് യു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവസ്നേഹിതരായിരിക്കാൻ കർത്താവ് നൽകി തന്ന വലിയൊരു അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോർജ് മാത്യു പാസ്റ്റർ, നമ്മോടൊപ്പം ഇല്ലെങ്കിലും പ്രിയ സോമ പാസ്റ്ററെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവസഭയെ ഓർത്ത് കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒന്നുകൂടെ കണ്ട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ, വിശേഷാൽ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കും വന്നു ചേരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചെന്നറിയാം. ശാരീരികമായി കഴിഞ്ഞ ചില ദിവസങ്ങളായി അല്പമായി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ദൈവം നൽകിയ ആശ്വാസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ കുടുംബമായിട്ട് ഈ രാജ്യത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളോടൊപ്പം ഇരുന്ന് ദൈവം നടത്തുന്നതിനായി ദൈവത്തിന് നന്ദി കരയറ്റുകയും കർത്താവിൻ്റെ ഹിതത്തിനായി ഞങ്ങളെ പിന്നെയും സമർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കർത്താവിൻ്റെ പാദവിടെ ദൈവത്തിൻ്റെ വചനം അല്പമായി ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ദൈവം തരുന്ന അവസരത്തിനായി സ്തോത്രം. ദൈവവചനം പഠിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ വചനം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കേട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വചന കേൾവിയിൽ ദൈവവചനം ഉണ്ടാകണം, പരിശുദ്ധാത്മാവ് ഉണ്ടാകണം, എങ്കിലേ നമുക്കത് അനുഗ്രഹമായി മാറുകയുള്ളൂ. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഈ സഭയായിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ദൈവവചന പഠനവും നിശ്ചയമായിട്ട് നമുക്കത് അനുഗ്രഹപൂർണ്ണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മൾ നാളുകളായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ദൈവവചനം വീണ്ടും നമ്മൾ ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഒതുക്കത്തിലേക്ക്, ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ, ക്രിസ്ത്യ ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികളുണ്ട്, അതിനെയൊക്കെ അതിജീവിപ്പാൻ നമ്മെ കൂടുതൽ പ്രാപ്തരാക്കുന്ന പ്രൈസ് ലോർഡ് ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു വാക്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിട്ട്, ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ 13 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനാണ് യേശുവിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത്. അന്ന് എൻ്റെ പിതാവും എനിക്ക് 4 സഹോദരിമാരാണ്. അവരിൽ 1-2 പേർ മാത്രമേ ആ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നുള്ളൂ. മൂത്തവരെ ആരെയും അങ്ങനെ പിതാവ് പ്രാർത്ഥനയ്ക്ക് വിടുന്ന പതിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള അനുവാദമില്ലായിരുന്നു. അപ്പോൾ ആ സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നെ ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ, ആ സൺഡേ സ്കൂളിൻ്റെ ഒടുവിൽ ആ ദൈവത്തിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വസ്തുത്തിൽ ആ സൺഡേ സ്കൂൾ ഒരു യോഗമായിട്ട് മാറി. അന്ന് യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ പിതാവൊന്നും അറിയാതെ തന്നെയാണ് എനിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ സ്നാനപ്പെടുന്നത്. അന്ന് രക്ഷയുടെ അനുഭവത്തിൻ്റെ ആഴമോ സ്നാനത്തിൻ്റെ ഉപദേശത്തിൻ്റെ ആഴമോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഒന്നറിയാമായിരുന്നു, അത് യേശുവിൻ്റെ കൽപ്പനയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇന്നും ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് തന്നൊരു ചിന്ത. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പം പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിന് ശേഷമാണ് വാസ്തവത്തിൽ പത്രോസ് നിന്ന് പ്രസംഗിക്കുന്നത്. പത്രോസിൻ്റെ പ്രസംഗമാണ് 2-ാം അധ്യായത്തിലെ ഒരു പ്രധാന വിഷയം. അതിനു മുമ്പ് അങ്ങനെ പത്രോസ് പ്രസംഗിച്ചതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പത്രോസ് ഇങ്ങനെ യേശുവിനോട് പല കാര്യങ്ങൾ പറയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗം, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ ഒരു പേര് തന്നെ പ്രസംഗങ്ങളുടെ പുസ്തകം എന്നാണ്. ഒത്തിരി പ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. പൗലോസിൻ്റെ പ്രസംഗങ്ങളുണ്ട്. അതിനെയൊക്കെ കമ്പയർ ചെയ്തൊരു സ്റ്റഡിയുണ്ട്. അപ്പോൾ ഈ പത്രോസിൻ്റെ പ്രസംഗം നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ
വാസ്തവത്തിൽ ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേർപെട്ട ദൈവമക്കളുടെ ഉപദേശ സംഹിതകളെല്ലാം ചുരുക്കി രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഭവങ്ങളെല്ലാം ആ അധ്യായത്തിൽ നിന്നാണ് അല്ലേ? രക്ഷയെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച്, വേർപാടിനെക്കുറിച്ച്, കർത്താവിൻ്റെ മേശയെക്കുറിച്ച്, പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, കൂട്ടായ്മയെക്കുറിച്ച് എന്ന് വേണ്ട അടിസ്ഥാനപരമായി നമ്മുടെ ഡിസ്റ്റിങ്റ്റീവ് ടീച്ചിങ്സ് എന്ന് പറയും. അതായത് നമുക്ക് ദൈവജനത്തിന് വേറിട്ട സവിശേഷതയാർന്ന ഉപദേശ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന ഭാഗമാണ് 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ. ഇതെല്ലാം ആ പ്രസംഗത്തോട് ചേർന്ന് വരുന്നതാണ്. ഞാൻ ഇന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു ഒരു ചിന്ത, വാസ്തവത്തിൽ ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പെന്തക്കോസ്ത് നാൾ വന്ന സമയത്ത് അവരെന്ത് ചെയ്തെന്ന് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പിന്നെ പെട്ടെന്ന് ആ ഒരുമിച്ച് കൂടിയിരുന്നവർ ചെയ്തത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായിരിക്കാം? പ്രാർത്ഥിച്ചും കുറേയൊക്കെ അവർക്കറിയാവുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനമൊക്കെ അവർ പങ്കുവെച്ച് കാണും. അവർ പരസ്പരം അത് പറയുകയും, അന്നൊരു ഓറൽ ട്രഡീഷനുണ്ട്. യേശുവിൽ നിന്ന് അവർക്ക് കൈമാറി കിട്ടിയ പല കാര്യങ്ങളും അവർ പരസ്പരം ഷെയർ ചെയ്തൊക്കെ പ്രാർത്ഥിച്ച് കാണും, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ ആ പെന്തക്കോസ്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം പ്രാപിച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞു. അതിനുശേഷം പത്രോസിൻ്റെ ഒരു മെസ്സേജ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആ പ്രസംഗം വായിച്ചാൽ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ തിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മെസ്സേജാണത്. നമ്മളെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്നതല്ലേ, എവിടെ നിന്ന് പത്രോസ് നിന്ന് കിട്ടി? ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കുന്നത് ദൈവസന്നിധി ഇരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളിൽ പകർന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബുദ്ധിയെക്കാളും ജ്ഞാനത്തെക്കാളും ഒക്കെ അപ്പുറത്തായി സകല സത്യത്തിലും നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു സങ്കീർത്തന ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഈ ദാവീദ് ഒരു പാപം ചെയ്തപ്പോൾ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചതെന്നാണെന്നറിയാമോ? പാപം ക്ഷമിക്കണമേ എന്നല്ല, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്നാണ്. എൻ്റെ കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിലേ ഒരു റെസ്റ്റോറേഷൻ നടക്കത്തുള്ളൂ. അല്ലെ ആര് പറഞ്ഞാലാ നമ്മൾ കേൾക്കുന്നത്? മനസ്സിലായില്ല. പരിശുദ്ധാത്മാവ് എന്നിലില്ലെങ്കിൽ എനിക്ക് മടങ്ങി വരവ് അസാധ്യമാണ്, എനിക്ക് കുറ്റബോധം ഉണ്ടാകുന്നത് അസാധ്യമാണ്. നോക്ക്, അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ എന്നോട് ഇവിടുത്തെ ഈ ക്ലാസ്സിൻ്റെ വിഷയങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2-3 പ്രധാന വിഷയങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളുമായി, എനിക്കറിയാം ഈ സഭ വളരെ ദൈവവചനത്താൽ അതേ സമ്പുഷ്ടമാണ്. കർത്താവിൻ്റെ ദാസന്മാരാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നയിക്കപ്പെടുന്ന ഈ സഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും ഇങ്ങനൊരവസരം ഇടയവൻ്റെ ജീവിതത്തിനും ദൈവം നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, അതിൻ്റെ പിന്നീടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. അന്ന് എൻ്റെ പിതാവോ എൻ്റെ മൂത്ത സഹോദരിമാരോ വീട്ടിൽ പലരും അന്ന് രക്ഷയുടെ അനുഭവത്തിലില്ല. എങ്കിലും ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്കായി എന്നെ സമർപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, കടന്നു പോകാനൊക്കെയുള്ള അവസരം ദൈവം നൽകി തന്നു. കൃപയാൽ ദൈവം അന്ന് മുതൽ ഇന്നുവരെയും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത്, ഇങ്ങനെ ദൈവവചനം എടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ നിൽക്കുവാനുള്ളൊരു യോഗ്യത എനിക്കില്ല. എൻ്റെ കുടുംബത്തിൽ ആരും അങ്ങനെ പാസ്റ്റേഴ്സ് ഇല്ലായിരുന്നു, ആരും അങ്ങനെ എന്നെ ഉപദേശിക്കാനില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊക്കെ ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സത്യമെന്ന് പറയുന്നത്, കർത്താവിന് വേണ്ടി നമ്മൾ വേർതിരിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കുടുംബവും രക്ഷ പ്രാപിക്കും. അന്ന് മുതൽ എൻ്റെ ആ 13 വയസ്സുള്ള ഹൃദയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, കുടുംബത്തെ രക്ഷിക്കണം. അന്ന് അതൊന്നും ചിന്തിക്കുന്ന പോലും അസാധ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കൃപയാൽ പറയട്ടെ, എൻ്റെ പിതാവും മാതാവും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ 4 സഹോദരിമാർ വിവാഹിതരായി പല ദേശങ്ങളാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അന്ന് അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ കഴിയും, അവരെ എല്ലാം ഓരോ സന്ദർഭങ്ങളിൽ ദൈവം സന്ദർശിച്ചു എന്ന് മാത്രമല്ല, കുടുംബമായി കർത്താവിനെ സേവിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി.
എൻ്റെ 2 ബ്രദർ-ഇൻ-ലോസ് ഇന്ന് പാസ്റ്റേഴ്സും കൂടെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഞാനത് പറഞ്ഞത് നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 15 വർഷം കഴിഞ്ഞാണ് എൻ്റെ പിതാവ് ഒടുവിൽ കർത്താവിനെ സ്നേഹിപ്പാനിടയായത്. എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ട്, ഞാൻ ചത്താലും ഞാൻ പെന്തക്കോസ്തി വരത്തില്ലെന്ന് എൻ്റെ ഫാദർ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ അവസാനമായി കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചത് പിതാവാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനത് പറഞ്ഞതിൻ്റെ സാരം, നമ്മളെ കർത്താവ് ആദ്യ ഫലമായി കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം തക്ക സമയത്ത് അതെല്ലാം നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഫോഷ്ക്ക് പറയുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. നമുക്ക് അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള വിഷയത്തിൽ പ്രധാനമായും പെന്തക്കോസ്തുകാരായി നമ്മെ സംബന്ധിച്ച് രക്ഷ, സ്നാനം, ഈ അടിസ്ഥാനപരമായ ഉപദേശ സത്യങ്ങളെ നിങ്ങൾ നന്നായി ഗ്രഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള ഭാഗത്തിന് കൂടുതൽ ഊന്നൽ നൽകി കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എങ്ങനെ അതിനായിട്ട് ഒരുക്കുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം എന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ദൈവസഭയുടെ പ്രത്യേകത എന്തായത്? ആദിമസഭയുടെ ഒരു സവിശേഷത നമ്മൾ അപ്പോസ്തലരിൽ നിന്ന് പഠിക്കുമ്പോൾ 4 പ്രധാന കാര്യങ്ങൾ ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഈ 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവജനം അവർ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. ഇറ്റ് വാസ് എ ലേണിംഗ് ചർച്ച് എന്നാണ് പറയുന്നത്. പഠിക്കുന്നൊരു സഭയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ ആദ്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും വളരെ ആത്മീയ ഉത്തേജനത്തിൽ മുന്നോട്ട് പോകുന്നൊരു സഭയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അള്ളപ്പാടുകൾ അവർക്ക് നേരിട്ട് കേൾക്കുവാനുള്ള അന്നത്തെ വഴിയെന്ന് പറയും ദൈവത്തിൻ്റെ ദാസനും അപ്പോസ്തലന്മാരൊന്നുണ്ട്. അവർ നേരിട്ട് അവരോട് ദൈവത്തിൻ്റെ അള്ളപ്പാടുകൾ അറിയിച്ചു കൊണ്ടിരുന്നു. അത് കേൾക്കുവാനുള്ള വലിയ ഹൃദയവാഞ്ച അവർക്കുണ്ടായിരുന്നു. നോക്കണേ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവജനമാണ്. എന്നാൽ പഠിക്കുവാനുള്ള, ദൈവത്തിൻ്റെ അള്ളപ്പാടുകളെ ദിനംതോറും കേൾക്കുവാനുള്ള അവരുടെ ആഗ്രഹം അതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി നമ്മളവിടെ കാണുന്നത് ആ സഭയ്ക്കുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത, അവർ കൂട്ടായ്മ ആചരിക്കുന്നവരെ. ഇറ്റ് വാസ് എ ലവിങ് ചർച്ച്. കൂട്ടായ്മ എന്നൊക്കെ ഉള്ളതിന് വേണമെങ്കിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കുന്ന സഭ. 44 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അത് കാണുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും 42 ഒടുവിൽ പറഞ്ഞിട്ടുണ്ട് കൂട്ടായ്മ എന്നൊരു പദം പറഞ്ഞിട്ടുണ്ട്. കൊയിനോനിയ എന്നുള്ള പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കൊയിനോനിയ എന്നുള്ളൊരു ഗ്രീക്ക് പദം. കൊയിനോനിയ എന്നുള്ള പദം കൊയിനോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിന് കോമൺ എന്നേ അർത്ഥമുള്ളൂ. പൊതുവായത് എന്നൊരർത്ഥം മാത്രമേ ആ കൊയിനോനിയ എന്നുള്ള പദത്തിനുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ പദം നമ്മുടെ കൂട്ടായ്മകൾക്ക് വന്നതെന്ന് ചോദിച്ചാൽ 2 നിലയിലാണ്. ഒന്ന്, പൊതുവായൊരു വിശ്വാസത്തിന് ഞാനും നിങ്ങളും ഭാഗമായി മാറി. വ്യത്യസ്തമായ ആചാരങ്ങളിലോ വ്യത്യസ്തമായ വിശ്വാസ സംഹിതകളിലൊക്കെ നമ്മളായിരുന്നു. പക്ഷേ പൊതുവായ ഒരു വിശ്വാസത്തിന്, യേശു ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് പകരപ്പെടുന്ന ആ നിത്യജീവൻ്റെ അനുഭവത്തിന് അംശികളാക്കി ദൈവം നമ്മെ എല്ലാം മാറ്റി. പല കുടുംബങ്ങളിൽ നമ്മൾ വളർന്നവരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്നവരാണെങ്കിലും ക്രിസ്തുവേശുവിൽ കൂടെ പൊതുവായൊരു വിശ്വാസത്തിന് നമ്മെ ദൈവം അംശികളാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് കൊയിനോനിയ എന്ന് പറയുന്നത്. രണ്ടാമതൊരർത്ഥമുണ്ട്. ഇതേ പദം തന്നെയാണ് പിന്നീട് അപ്പോസ്തല പ്രവൃത്തിയിലെ പിന്നീട് ലേഖനങ്ങളിലൊക്കെ പരസ്പരമുള്ളവരുടെ സ്നേഹത്തെയും കൊടുക്കൽ വാങ്ങലിനെയും കുറിച്ചൊക്കെ പറയുന്നിടത്ത് ഇതേ സെയിം വേർഡാണ്, കൊയിനോസ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ അർത്ഥം ഷെയറിങ് എന്നാണ്. പരസ്പരം അവർ ഭൗതികമായി സഹായിക്കുന്നത്, അന്യോന്യം അവരുടെ ഭാരങ്ങളെ ചുമക്കുക, ഇതിനെല്ലാം പദം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മ എന്ന് സാധാരണ നമ്മൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത്. അത് ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. എന്നാൽ കൂട്ടായ്മ എന്നുള്ള ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പൊതുവായത് എന്നുള്ളതാണ്. അത് വിശ്വാസത്തിൽ അവർ പൊതുവായി ഒരുമിച്ച് അവർ കൂടിച്ചേരുവാനിടയായി. 2, അവരുടെ പങ്കാളിത്തം, ജീവിതത്തിലുള്ള അവരുടെ പരസ്പരമുള്ള സ്നേഹം, കൊടുക്കൽ വാങ്ങലുകൾ, ഇതെല്ലാം ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നതായ ഒരു കാര്യം, ഈ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ആരാധനാ രീതി, അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലേ.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ആ രണ്ട് വേർഡ് വാസ്തവത്തിൽ അതിൻ്റെ നമുക്കറിയാം, പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണെന്ന് നമുക്കറിയാം. പഴയ നിയമം എബ്രായ ഭാഷയിൽ എഴുതി. ഗ്രീക്ക് ഭാഷയിൽ ആ ഭാഷയുടെ ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് നമ്മുടെ മലയാള ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് ഒന്നുകൂടെ അടുത്ത് മനസ്സിലാക്കുവാൻ നമ്മൾ മൂലഭാഷയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നിടത്ത് അവർ അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രാർത്ഥനയെ, അവരുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനാ യോഗത്തെക്കുറിച്ചുള്ളതായ ഒരു സൂചനയാണ്. അപ്പം നുറുക്ക് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മേശ. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർ അനുഷ്ഠിക്കേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നാം ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവരപ്പം നുറുക്കി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മേശയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥന എന്നവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് നോട്ട് പ്രൈവറ്റ് പ്രയർ. നമ്മുടെ വ്യക്തിപരമായൊരു പ്രാർത്ഥനയെക്കുറിച്ചല്ല. ആ ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് അങ്ങനെയാണ്. അതൊരു കളക്റ്റീവായിട്ട് ഒരുമിച്ച് കൂടിയുള്ളവരുടെ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത്. കൂടി വരുന്ന, നമ്മെപ്പോലെ കൂടി വരുന്ന ആ പ്രാർത്ഥനാ രീതി അവർക്കുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഒരനുഭവം അവർക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന് രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ അവരുടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു. ആദിമസഭയ്ക്ക് രണ്ട് വ്യത്യസ്ത സ്വഭാവം. ഒന്ന്, ഫോർമൽ മീറ്റിങ്സ് ഉണ്ട്. നമ്മളവിടെ വായിക്കുന്നുണ്ട്, നോക്കിയാട്ടെ, നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിൻ്റെ 46 വാക്യം ഒന്ന് വായിച്ചേ. ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ. ഈ രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ദൈവാലയത്തിൽ. നമുക്കൊരു സംശയം തോന്നും, പിന്നെ അവർ പള്ളിയിൽ പോയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. വാസ്തവം നമുക്കറിയാം, അന്ന് അവർ നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം അവരെ വേർതിരിച്ചു. നമ്മുടെ ജീവിത അനുഭവമായിട്ട് അത് ചിന്തിച്ചാൽ മതി. ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതായത് ഇപ്പം ഞാൻ തന്നെ എൻ്റെ അനുഭവം പറഞ്ഞു. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവാണ് ആദ്യ വിശ്വാസത്തിൽ വരുന്നത്. അന്ന് ഒരു സമയങ്ങളിൽ എൻ്റെ പിതാവിനെയും വീട്ടുകാരെയും ഒന്നും കാണാതെ ഒളിച്ചും പാത്തും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോയ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അങ്ങനെ പോയി കൃപയാൽ രക്ഷിക്കപ്പെടുവാനിടയായി. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ പിതാവ് അതിനെ അനുവദിക്കുന്നൊരു സമയമുണ്ടായി. എന്നാൽ ക്രമേണ അതിനെല്ലാം മാറ്റം വരാനിടയായി. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ സ്വാതന്ത്ര്യത്തോടെ പോകുന്നൊരു സമയം ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതുപോലെ തന്നെയായിരുന്നു. ഈ ആദിമ സഭയിൽ ഒരു കൂട്ടം ആളുകൾ യഹൂദ പശ്ചാത്തലത്തിൽ തന്നെ അവർ നിൽക്കുമ്പോൾ അവർ ക്രമേണ ഈ അനുഭവത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് ചിലരിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ വേദഭാഗത്തിൽ നിന്ന് അവർ ദിനംപ്രതി ദൈവാലയത്തിൽ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഫോർമൽ വർഷിപ്പിൻ്റെ രീതിയായിട്ടാണ് അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഫോർമൽ വർഷിപ്പ് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾക്ക് സഭകളിൽ എന്തുണ്ട്? ഫോർമൽ വർഷിപ്പുണ്ട്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഇന്ന സമയം ഇത്ര നേരം നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് ആരാധിച്ച് കടന്നു പോകുന്നു. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇത് മാത്രമല്ല നമ്മുടെ സ്പിരിച്വാലിറ്റിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എന്നറിയാം, എല്ലാ ദിവസങ്ങളും മിക്കവാറും ഒക്കെ വീടുകളിൽ ഉപവാസ പ്രാർത്ഥന. ഈ വീടുകളിലുള്ള പ്രാർത്ഥനകളെ, കൂട്ടായ്മ യോഗങ്ങളെയൊക്കെയാണ് ഇൻഫോർമൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പെന്തക്കോസ്തിൻ്റെ ആരംഭങ്ങളിലൊക്കെ നമുക്കറിയാം, പലയിടങ്ങളിലും ഹോളുകളില്ലായിരുന്നു. വീടുകളിൽ പല പൊതുവായ സ്ഥലങ്ങളിലും ഒക്കെ ആയിരുന്നു ആരാധന നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ 10 വർഷം തമിഴ്നാട്ടിൽ കർത്താവിൻ്റെ പേര് ചെയ്യാൻ ദൈവം സഹായിച്ചു. അവിടെ ഷെഡുകളിൽ ആരാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പൊതുവായ സ്ഥലങ്ങളിലായിരുന്നു. ഒരു ബ്രിട്ടാനിയ എന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ, ബ്രിട്ടാനിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്കൂളിൽ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയമുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയ ഇടങ്ങളിലൊക്കെ പോയി ആരാധിച്ചു ഒക്കെ. എന്നാൽ ഇതിനോട് ചേർന്ന് തന്നെ നിരന്തരമായ ഉപവാസ പ്രാർത്ഥനകൾ പല ഭവനങ്ങൾ മാറി മാറി ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ആത്മീയ അനുഭവത്തിലും ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് മറ്റൊരു ഭവനത്തിൽ നടന്ന എൻ്റെ കൊച്ചമ്മയുടെ ഒരു സഭയിൽ അവരുടെ ഏതോ ഒരു വീട്ടുപ്രാർത്ഥന, ആ വീട് പോലും ഞാൻ ഓർക്കുന്നില്ല, ആ വീട്ടുപ്രാർത്ഥനയിൽ നടന്നൊരു പ്രാർത്ഥനയിലാണ് ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചത്. ഞാൻ പറഞ്ഞത് ഇൻഫോർമൽ മീറ്റിങ്സ് ആണ് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒത്തിരി കരുപ്പിടിപ്പിച്ചത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ. അപ്പം വാസ്തവത്തിൽ ഇത് തന്നെയായിരുന്നു ആദിമസഭയുടെ അനുഭവം. അവർക്ക്
ഫോർമൽ മീറ്റിങ്സും ഇൻഫോർമൽ മീറ്റിങ്സും ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുക. ദൈവസഭയ്ക്ക് എപ്പോഴും അത് അനിവാര്യമാണെന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. മറ്റൊന്ന്, അവരുടെ ആരാധനയുടെ ഒരു പ്രത്യേകത അവിടെ പറഞ്ഞത് 46-ാം വാക്യത്തിൽ, അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും ഉണ്ട്. ഈ ആദിമസഭയുടെ ആരാധന എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. എങ്ങനെയായിരുന്നു? നമുക്കത് ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്ന പോലെ അങ്ങനെ എഴുതി കൊടുക്കാൻ പ്രയാസമാണ്. പക്ഷേ ഈ വരികൾക്കിടയിലൂടെ എല്ലാം നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കിയേ, ഉല്ലാസവും ഹൃദയപരമാർത്ഥ. ആ വാക്കുകൾ വളരെ ഇറ്റ് വാസ് ബോത്ത് ജോയ്ഫുൾ ആൻഡ് റെവറൻ്റ് എന്നാണ്. അതിൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അൺഅഫക്റ്റഡ് ജോയ്. നമുക്കറിയാം, ആദിമസഭ വലിയ പീഡയിൽ കൂടെ കടന്നുപോയ സഭയാണ്. ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ഇതൊന്നും അവരെ ബാധിക്കത്തില്ലായിരുന്നു. കാരണം എന്താ? അവർ വരുന്നത് ക്രിസ്തുയേശുവിലൂടെ പിതാവായ ദൈവം നിർവഹിച്ച വലിയ പ്രവൃത്തിയെ ആഘോഷിക്കുന്ന സമയമായിരുന്നു അവരുടെ ആരാധന എന്ന് പറയുന്നത്. അത് യാതൊന്നും അവരെ ആ സന്തോഷത്തിൽ നിന്ന് പിൻവലിക്കുകയില്ലായിരുന്നു. ദൈവസന്നിധി വന്നാൽ അവർ വളരെ ഹൃദയ പരമാർത്ഥതയോടെ സന്തോഷത്തോടെ അവർ കർത്താവിൽ കൂടെ നിവർത്തിച്ച രക്ഷയെ അവർ ഘോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു രീതിയെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ അർത്ഥം അവർ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരുന്നു. അപ്പോൾ തന്നെ അതിന് 43 നമ്മൾ വായിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: എല്ലാവർക്കും ഭയമായി. ആ സന്തോഷമുള്ളത് കൊണ്ട് ദൈവഭയം നഷ്ടപ്പെടുന്നില്ല. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആനന്ദിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളത്തിൽ ദൈവഭയവും ഉണ്ടായിരുന്നു. ഇത് അവരുടെ ആരാധന രീതിയാണ്. നോക്കുക, ദൈവസന്നിധിയിൽ വന്ന് അവർ ഒരുമനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയും. നാലാമതൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നാലാമത്തെ ഒരു കാര്യം, അപ്പോൾ ഒന്ന്, അവരെ പഠിക്കുന്ന ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഒരു സഭയായിരുന്നു. 2, ഞാൻ പറഞ്ഞു, അവർ കൂട്ടായ്മ ആചരിക്കുന്നവരായിരുന്നു. 3, നമ്മളിവിടെ കണ്ടത് അവർ ദൈവത്തെ ആരാധിക്കുന്ന സഭയായിരുന്നു. നാലാമതായിട്ട്, അവരെങ്ങനെ ദിനംപ്രതി കർത്താവിനെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും പോയോ അതുപോലെ തന്നെ കർത്താവിനെ സാക്ഷിക്കുന്ന സഭയായിരുന്നു. നോക്കിയേ, താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്: ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സഭ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവർ എന്ന് പറയാൻ. കർത്താവ് വന്ന് രക്ഷിച്ചെന്നാണോ അതിൻ്റെ അർത്ഥം? ഈ പഠിക്കുന്ന സഭ, കൂട്ടായ്മ ആചരിക്കുന്ന സഭ, ആരാധിക്കുന്ന സഭ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദിനംപ്രതി കർത്താവിനെ സാക്ഷിച്ചും കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞ സുവിശേഷത്തിലൂടെയാണ് ആളുകൾ എന്ത് ചെയ്തത്? മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അവർ പ്രസംഗിച്ച യേശുവിനെയാണ് ജനം ഏറ്റെടുത്തത്. ദൈവത്തിന് സ്തോത്രം. അതിന് സംശയമില്ലല്ലോ. പിന്നെന്താ ബൈബിളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? നമുക്കറിയാം, നമ്മെ ദൈവം ഒരു ഉപകരണമായി ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് ഒരാളെ രക്ഷയിലേക്ക് നടത്തുന്നത്? ആരാണ് സഭയോട് ഒരാളെ ചേർക്കുന്നത്? നിങ്ങൾ നോക്കിയ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഒരാളോട് സുവിശേഷം പറയുമ്പോൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിൻ്റെ റിസൾട്ട് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കണം. നമ്മൾ വിചാരിക്കുമോ, ഞാൻ ഈ ആളിനോട് പറഞ്ഞാൽ ഇദ്ദേഹം സ്വീകരിക്കുമോ? യേശുവിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് എന്തോ ആയിരിക്കും തോന്നുക? ഞാൻ പറയുന്ന കാര്യം ഇദ്ദേഹം അതേപോലെ അംഗീകരിക്കുമോ? നോ. ആ റിസൾട്ട് നമ്മൾ ആർക്ക് വിട്ടുകൊടുത്തേക്കണം? ദൈവത്തിന് വിട്ടുകൊടുത്തേക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ വാക്യം ഓർത്താൽ മതി: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർന്നു. അപ്പം കർത്താവാണ് ചേർക്കുന്നത്. കർത്താവിൻ്റെ പദ്ധതിയാണ്. പക്ഷേ നാം എന്ത് ചെയ്യണം? നാം അതിൻ്റെ ഉപകരണങ്ങളാണ്. നാം കർത്താവിനെ സാക്ഷിക്കുന്നവരായിരിക്കണം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അവരിൽ കൂടെയാണ് ദൈവം പ്രവർത്തിച്ചത് നമുക്കറിയാം. പക്ഷേ ആഡ് ചെയ്യുന്നത് ആരാണ്? കർത്താവാണ്. മറ്റൊരു ചോദ്യം അവിടെയുണ്ട്. ആ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി. അപ്പോൾ ആരെയാണ് കർത്താവ് സഭയോട് ചേർത്തതെന്ന് അവിടെ ഒരു ചോദ്യമുണ്ട്. ആരെയാ ചേർത്തേ? ആരെയാ?
രക്ഷിക്കപ്പെടുന്നവരെ. ശരിക്കും അതിൻ്റെ ഗ്രീക്ക് വേർഡ് അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ. ഇതിനകത്തൊരു ദൈവശാസ്ത്രമുണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദിമസഭയിൽ രണ്ട് കൂട്ടരില്ലായിരുന്നു. ഒന്ന് നോമിനൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നു ആദിമസഭയിലെ അംഗങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടവരായിരുന്നു ആദിമസഭയിലെ അംഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായവരെയാണ് കർത്താവ് സഭയോട് ചേർത്തത്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. രണ്ട്, ചിലർ പറയാറുണ്ട്, ഞാനും രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷേ ഒരു പ്രത്യേക സഭയോടൊന്നും ഞാൻ ചേർന്നിട്ടില്ലെന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നതെന്നാണ്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി ദൈവസഭയിൽ ചേർന്ന് വരാൻ ഭാഗ്യം ലഭിച്ചവർ കരവേർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേരെ അങ്ങനെ ജീവിതത്തിൽ കണ്ടുകൂട്ടിയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനും രക്ഷിക്കപ്പെട്ട അനുഭവമുണ്ട്, പക്ഷേ ഒരു സഭയോട് ഞാൻ, കൃപയാൽ ദൈവം നമ്മുടെ ആ കണ്ണുകളെ പ്രകാശിപ്പിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൻ്റെ ഉപദേശം ഇതാണ്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി. അങ്ങനെയാണെങ്കിൽ ആദിമസഭയിൽ രണ്ട് കൂട്ടലില്ലായിരുന്നു. ദർ ഈസ് നോ നോമിനൽ ക്രിസ്ത്യൻസ് ആൻഡ് ദർ ഈസ് നോ സോളിറ്ററി ക്രിസ്ത്യൻസ് എന്നാണ്. ആർക്കും അങ്ങനെ സ്വതന്ത്രമായ ഒരു അവസ്ഥയൊന്നുമില്ല. നമ്മെ ഈ തോട്ടത്തിനുള്ളിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ സന്ദർഭങ്ങളിലും ദൈവം അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഒരിക്കലും ഓർത്ത് എപ്പോഴും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ, ഇനിയും അതിൻ്റെ തിയോളജി എന്താണ് നിങ്ങൾക്കറിയാം. നമ്മുടെ രക്ഷയെന്ന് പറയുന്നതിന് ത്രികാല അനുഭവമുണ്ട്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രക്ഷിക്കപ്പെടും. രക്ഷയ്ക്ക് ത്രികാല അനുഭവമുണ്ടെന്ന് നമുക്കറിയാം. കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ച് യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ ഓരോ ദിവസവും ദിനംപ്രതി എന്ത് ചെയ്യുകയാണ്? നമ്മൾ കർത്താവിൽ വളരുകയാണ്. എവിടം വരെയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? ക്രിസ്തുവാകുന്ന തലയോളം വളരണമെന്നാണ്. ദൈവമക്കളെ, നാം എല്ലാം ഈ പാതയിലാണ്. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്ന ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ ലക്ഷ്യം മറ്റൊന്നല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മീയ വളർച്ച നമ്മളുണ്ടാകണം. കർത്താവ് ആഗ്രഹിക്കുന്ന ആ ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. മറ്റൊന്ന്, മൂന്നാമതൊരു കാര്യം കൂടെ അവരുടെ സുവിശേഷീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി, ഡെയിലി എന്നുള്ള പദം 2 പ്രാവശ്യം അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. നോക്കി, ആ പാസേജിൽ തന്നെ 45 ഒടുവിലും നമ്മൾ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ. അപ്പം എങ്ങനെ അവർ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ ദിനംപ്രതി മുന്നേറിയോ അതേപോലെ തന്നെ ദിനംപ്രതി സുവിശേഷീകരണത്തിൽ അവർ മുന്നേറിക്കൊണ്ടിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മാവ് അതൊരു മിഷണറി സ്പിരിറ്റ് ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനവുമായി കടന്നു പോകാൻ ആമേൻ കൽപ്പിച്ചവനായ കർത്താവിൻ്റെ വാക്ക് അവർ ഹൃദയസ്ഥമായി ഏറ്റെടുത്ത് അതിനുവേണ്ടി അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണല്ലോ നമ്മൾ പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ ദിനംപ്രതി കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ തിരുവെഴുത്തിൻ്റെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ മുൻപന്നത്തെക്കാളും നമുക്കറിയാം ഇന്ന് ഈ സോഷ്യൽ മീഡിയ വളരെ സജീവമായിരിക്കുന്നതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം ഒന്നുകൂടെ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളതിന് സംശയമില്ല. ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞ ഉദാഹരണം എപ്പോഴും ഓർമ്മയിൽ വരും. ഒരു നല്ല നോട്ട്, നമുക്കറിയാം കള്ളനോട്ടുകൾ ഒത്തിരിയുണ്ട്, എന്നാൽ ഒരു നല്ല നോട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ക്ലാസ് എടുത്തപ്പോൾ പല ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഓരോരുത്തർ ഓരോ രീതിയിൽ പറഞ്ഞു. ഇങ്ങനെ ഓരോരോ അടയാളങ്ങൾ, കള്ളനോട്ടുകളെ കണ്ടുപിടിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: നിങ്ങൾ ഓരോ രീതിയിൽ അത് കണ്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും? കള്ളന്മാർ വിവിധ വഴികളിൽ അത് മാറ്റിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒറിജിനൽ നോട്ട്, ഇന്ത്യ ഗവൺമെൻറ് അടിക്കുന്ന നല്ല നോട്ട്, അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരുപോലെ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിരുന്നാൽ കള്ളനോട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും. പറഞ്ഞു മനസ്സിലായി? അതായത് കള്ളനോട്ടുകളുടെ സ്വഭാവം നിങ്ങൾ പഠിക്കാൻ പോയാൽ ഇന്നുള്ളതായിരിക്കത്തില്ല നാളെ ഉള്ളത്, അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ നോട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും നല്ലതുപോലെ നിങ്ങൾ മനസ്സിരുത്തി അങ്ങ് പഠിക്കാമെങ്കിൽ നല്ലതല്ലാത്തത് കാണുമ്പോൾ മനസ്സിലാവും.
നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതാണ് സത്യം. നമ്മൾ ദൈവവചനത്തിലേക്ക് കൂടുതൽ തിരിയാമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മെ വഴിതെറ്റിക്കുന്നതിനെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. നമുക്കറിയാം, മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ ആരായിരുന്നു? നവീകരണത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനായിരുന്നു. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും അധികം തൻ്റെ തലമുറയിലേക്ക് പകർന്നു നൽകുവാൻ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. ജർമ്മനിയിൽ അദ്ദേഹം ജനിച്ചു. വിറ്റൻബർഗ് എന്ന് പറയുന്ന ഒരു കോളേജിലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു. വേറൊന്നിലുമല്ല, തിയോളജിയിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു. അദ്ദേഹം കൂടുതൽ പഠിക്കാനായിട്ട് ഉപയോഗിച്ചത് റോമാലേഖനമായിരുന്നു. റോമാലേഖനവും കൊലോസി ലേഖനവും എബ്രായ ലേഖനവുമാണ് അദ്ദേഹം കൂടുതൽ പഠിക്കാനായിട്ട് തൻ്റെ സ്റ്റഡീസിലെടുത്ത്. അദ്ദേഹം അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ പരിവർത്തിക്കാൻ തുടങ്ങി. രക്ഷ, അന്നത്തെ നിലവിലുള്ള രാജാക്കന്മാരുടെ മതമായിരുന്ന ആ കത്തോലിക്ക മതത്തിൻ്റെ പഠിപ്പിക്കലുകൾക്ക് വിരോധമായി രക്ഷ ഒരിക്കലും കർമ്മത്താൽ ലഭിക്കുകയില്ലെന്നുള്ള ഉൾക്കാഴ്ച തൻ്റെ ആ തിയോളജിക്കൽ പഠനത്തിലാണ് ദൈവാത്മാവ് തന്നെ ബോധ്യപ്പെടുത്തുന്നതും. പിന്നീട് നമുക്കറിയാം, നവീകരണം ഉണ്ടായി നമുക്കറിയാം. നോക്കിയേ, ലാറ്റിൻ ഭാഷ പഠിക്കുന്നു, പിന്നെ അതിനെ തുടർന്ന് ബൈബിള് തർജ്ജമ ചെയ്യുന്നു. അങ്ങനെ പല നിലകളിൽ ദൈവത്തിൻ്റെ വചനത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ രക്ഷയുടെ അനുഭവത്തെ അദ്ദേഹത്തിന് മനസ്സിലാകുകയും തന്മൂലം അനേകർ ഒരു നവീകരണം, ഒരു കാലഘട്ടത്തെ തന്നെ തിരിക്കത്തക്ക നിലയിലേക്ക് ദൈവത്തിന് ഒരർത്ഥത്തിൽ പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ പിന്നീട് നടന്ന ഉണർവിൻ്റെ ഭാഗമായിട്ടാണ് പെന്തക്കോസ്തിൻ്റെ ഉണർവ് ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവചനം പഠിക്കുക എന്നുള്ളത്, ആ പഠനത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ കൂടുതൽ ഉൾക്കാഴ്ച നൽകി നമ്മെ മുന്നോട്ട് നടത്തുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വന്നെത്തിരിക്കുന്ന ഈ കാലയളവിൽ ദൈവവചനത്തിൻ്റെ രണ്ട് വ്യത്യസ്ത നിലയിലുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ദുർവ്യാഖ്യാനങ്ങളാണ്. ഒരുപക്ഷെ പെന്തക്കോസ്ത് സഭ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വിഷയം ദുർവ്യാഖ്യാനങ്ങൾ. അതൊരുപക്ഷെ ദൈവവചനം വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടോ അത് വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന അബദ്ധങ്ങളുമാകാം. ദുർവ്യാഖ്യാനങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന് ദുരുപദേശമാണ്. ദൈവവചനത്തിൻ്റെ കാതലായ സത്യങ്ങളെ മറ്റ് നിലകളിൽ വ്യാഖ്യാനിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദുരുപദേശം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവസഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നൊരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പുതിയ പ്രതിഭാസമൊന്നുമല്ല. ചരിത്രം എന്ത് ചെയ്യുന്നു? ആവർത്തിക്കപ്പെടുന്നില്ലേ? ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്നൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് വാസ്തവത്തിൽ ആത്മീയ ലോകത്തിലും ശരിയാണ്. ആദിമസഭയിൽ പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം, മിക്ക ലേഖനങ്ങളും എഴുതുന്ന പശ്ചാത്തലമെന്ന് പറയുന്നത് ദുരുപദേശമാണ്. പൗലോസ് അവിടെ പോയി പ്രവർത്തിച്ചു, ഒരു സഭയുണ്ടായി. പോയ വഴിയിൽ ആ സഭയെക്കുറിച്ച് കേൾക്കുന്നു. എന്താ കേൾക്കുന്നത്? ആ സഭയിൽ എന്തു വന്നിരിക്കുന്നു? ദുരുപദേശം, ദൈവവചനത്തിന് വിരുദ്ധമായി അനവധിയായ തെളിവുകൾ കാണും. അതിനെ തുടർന്ന് പല പ്രശ്നങ്ങൾ ദൈവസഭയിൽ ഉടലെടുത്തതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായും പോൾസ് ടീച്ചിങ് ആണ് പൗലോസിൻ്റെ ലേഖനങ്ങളുടെ എല്ലാം ഒരു മുഖാന്തരമെന്ന് കാണുവാൻ കഴിയും. ഒരിക്കലും ഒരു ലേഖനം എഴുതുവാൻ വേണ്ടി എഴുതിയതല്ല. കോൺക്രീറ്റ് സിറ്റുവേഷനിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എല്ലാ ലേഖനങ്ങളും എഴുതപ്പെട്ടത്. അതിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു, പ്രധാനമായും ദുരുപദേശമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ ലേഖനങ്ങളെല്ലാം തിരുവെഴുത്തുകളായി നമ്മുടെ കയ്യിൽ ലഭിച്ചത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതൊട്ടും കുറവല്ല. ഞാനത് പറയാനാണ് ആ കാര്യം ഓർപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആദിമസഭയിൽ ദൈവജനം നേരിട്ട ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ 3 പ്രധാന വെല്ലുവിളികളുണ്ടായിരുന്നു. ഞാൻ ജനറലായിട്ട് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വരികയാണ്. 3 പ്രധാന വെല്ലുവിളികൾ, അത് ഓർത്തിരിക്കുക. ഒന്ന്, അധികാരികളിൽ നിന്നുള്ള വെല്ലുവിളികളായിരുന്നു. അധികാരികളിൽ നിന്നല്ലേ? റോമൻ ചക്രവർത്തിമാർ ക്രൂരരായിരുന്നു, എംപറേഴ്സ്. അവർ അവകാശപ്പെട്ടത് എന്താണ്? തങ്ങൾ ദൈവമാണ്, എംപറർ വർഷിപ്പ് അവർ തന്നെ ആവശ്യപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ ദൈവമക്കൾക്ക് ഭീഷണിയായിരുന്നു. കാരണം അതുമാത്രം അവർക്ക് പറ്റത്തില്ല. ബാക്കിയെല്ലാം അവർ അംഗീകരിക്കുമായിരുന്നു. അവർ പറയുന്ന നിയമങ്ങളെല്ലാം പാലിക്കും, അവർ പറയുന്ന ടാക്സ് കൊടുക്കാൻ അവർ തയ്യാറാണ് എന്ന് വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്കറിയാം, നമ്മൾ ഒരു ഗവൺമെൻറ്റിന് കീഴിലായിരിക്കുമ്പോൾ അവരുടെ നിയമങ്ങളെല്ലാം അനുസരിക്കാൻ നമ്മൾ പ്രാപ്തരാണ്. എന്നാൽ എംപറേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നീറോ ഒരു
എംപറർ വർഷിപ്പ് ആവശ്യപ്പെടുന്ന ആളായിരുന്നു. സ്വയം ദൈവമായ ആണെന്ന് അഭിമാനിക്കുകയും തന്നെ ആരാധിക്കുകയും ചെയ്യണമെന്ന് ജനങ്ങളെ എന്ത് ചെയ്തു? പഠിപ്പിക്കുകയും ചെയ്ത ഒരാൾ. അപ്പം അങ്ങനെ വന്നപ്പോൾ അതിനോട് ദൈവജനത്തിന് യോജിക്കാൻ പറ്റിയില്ല. അവിടെയാണ് പീഡകൾ ആരംഭിച്ചത്. അപ്പം മിക്ക എംപറേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അവരുടെ ഒരു പ്രധാനപ്പെട്ട അവകാശവാദം അവർ ദൈവതുല്യരായി അവരെ ആരാധിക്കണമെന്നുള്ള ഒരു വലിയ രീതി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പീഡകൾ ആരംഭിച്ചത്. അങ്ങനെ ക്രിസ്ത്യാനികളെ ഉന്മൂലമാക്കുവാൻ പിശാച് എന്ത് ചെയ്തു? ഈ അധികാരികളെ കയ്യിലെടുത്തു. വളരെ ക്രൂരമായ നിലയിൽ ആദ്യ നൂറ്റാണ്ടിലുള്ള അനേകർ രക്തസാക്ഷികളായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ അതിൻ്റെ ചരിത്രങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയില്ലെങ്കിലും നമുക്ക് ആ വരികളിൽ നിന്ന് വായിക്കുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ സഭാചരിത്രത്തിൽ നമുക്കതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ആദിമ ക്രിസ്ത്യാനികൾ പലരും വളരെ മൃഗീയമായി ഈ വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ വെടിഞ്ഞവരാണ്. ഇന്നും നമുക്കറിയാം, നമ്മുടെ മാതൃരാജ്യത്തും അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചരിത്രത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം പിശാചിൻ്റെ ഒരു വലിയ പദ്ധതി അതായത് അധികാരികളെ കയ്യിലെടുത്ത് എന്ത് ചെയ്യുക? ഈ നാമത്തെ നശിപ്പിച്ചു കളയുക, ഡിസ്ട്രക്റ്റ് ചെയ്യുക, എന്നേക്കുമായി തകർത്ത് കളയുക. എന്നാൽ നമുക്കറിയാം, എവിടെയെല്ലാം ഇത് തകർത്ത് കളയാനായിട്ട് ശത്രു ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവസഭ വളരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെയെല്ലാം രക്തസാക്ഷികളുടെ രക്തം വീണിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവസഭ വളരും. പിശാചിന് മനസ്സിലായി ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇവരെ ഇങ്ങനെ തകർത്ത് കളയാമെന്ന് വിചാരിച്ചാൽ കാര്യം നടക്കത്തില്ല. അതിന് പിശാച് അടുത്തതായി ഉപയോഗിച്ച തന്ത്രമാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് പിശാചിന് മനസ്സിലായി, പുറമേ നിന്ന് നമ്മൾ ഏതെല്ലാം നിലയിൽ ഇവരെ സമ്മർദ്ദം ചെലുത്തിയാൽ, ഇവരെ നശിപ്പിക്കാൻ നോക്കിയാലും ഇവരെന്ത് ചെയ്യത്തില്ല, ഇവരെ തകർക്കാനൊക്കത്തില്ല. കാരണം ഇവർ ഒരുമനപ്പെട്ട് ഇവരെ നിരാശപ്പെട്ട് അങ്ങോട്ട് പോകുന്നതും കാണാം. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവർ ഇരട്ടി ബലത്തോടാണ് ഇറങ്ങി വരുന്നത്. മുമ്പേ വായിച്ചതുപോലെ ദിനം പ്രതി സുവിശേഷമായിട്ട് ഇവർ പോകുന്നിടത്തെല്ലാം ആത്മാക്കളെ നേടുന്നു, സഭ വളർന്നു വരുന്നു. അപ്പോൾ അവർ രണ്ടാമതായി നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലാണ്. അത് പിശാചിൻ്റെ രണ്ടാമത്തെ തന്ത്രമായിരുന്നു. അതിന് ഡിഫെയിൽമെൻ്റ് എന്നാണ്, ഡി കൊണ്ട് തുടങ്ങുന്ന 3 ഇംഗ്ലീഷ് വാക്കുകൊണ്ട് നമുക്കതിനെ ഒന്ന് ഡിസ്ട്രക്ഷൻ, ഡിഫൈൽമെൻറ്റ് ആൻഡ് ഡിസ്ട്രാക്ഷൻ എന്നാണ് അത് പറയപ്പെടും. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇത് 3 നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിശാചിൻ്റെ തന്ത്രങ്ങൾ, അത് ഞാൻ പറഞ്ഞല്ലോ, കാലങ്ങളായി ഇത് ചരിത്രം ആവർത്തിക്കപ്പെടുന്നതേ ഉള്ളൂ, പുതിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അധികാരികളെ കരങ്ങളിലെടുക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ നടന്ന സംഭവം തന്നെ ഇന്ന് നമ്മൾ കാണുന്നു. 2 ഡിഫൈൽമെൻ്റാണ്, അശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ പിശാചിന് മനസ്സിലായി പുറമേ നിന്നുണ്ടോ ഒന്നും നടക്കത്തില്ല. പിന്നെന്ത് ചെയ്യണം? ഇതിനകത്തോട്ട് കയറി ഒരുത്തനെ അങ്ങ് ഉപയോഗിക്കാമെങ്കിൽ, അല്ലെങ്കിൽ അശുദ്ധി ഇവരുടെ നടുവിലേക്ക് കടത്തിവിടാമെങ്കിൽ ഇവരെ പരാജയപ്പെടുത്താമെന്ന് ശത്രു വിചാരിച്ചു. അങ്ങനെയാണ് ഒരു കുടുംബത്തെ എന്ത് ചെയ്തത്? 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, അനന്യാസിൻ്റെ സഫീറിനെയും കഥ നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ 2 വ്യക്തികളുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക്, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് അന്യമായ ചില ചിന്തകൾ വരുന്നു. നമ്മളതിൻ്റെ ആ ആരംഭമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വളരെ ആത്മാർത്ഥമായി നിന്നൊരു കുടുംബമാണ്. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുകയാണ്? പിശാച് തെറ്റായ ചിന്തകളെ കൊണ്ടുവരുന്നതിൻ്റെ അനന്തര ഫലമായിട്ട് അവിടെ ദൈവത്തിന് സ്തോത്രം, വാസ്തവത്തിൽ അവിടെ നടന്നത് ഇതാണ്: കപടം. ഭൗതികമായ വിഷയത്തെക്കാൾ ഉപരിയായി അവിടെ നടന്ന പാപം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ കപടം കാണിക്കുക, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന നിലയിലേക്ക് അവരുടെ ജീവിതം പോയപ്പോൾ, ഒരുപക്ഷെ ദൈവസഭയുടെ ആരംഭ സമയമായതുകൊണ്ട് ആ സഭയുടെ വളർച്ചയ്ക്ക് ഒരു നിലയിലും വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ കഠിനമായ ശിക്ഷ തന്നെ അവർക്കുണ്ടാകുകയാണ്. ചില ചോദിക്കാറുണ്ട്, അന്ന് അങ്ങനെയുള്ള ശിക്ഷ ഇന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന് ദൈവ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഇതാണ്. സഭയുടെ ആരംഭദശയാണ്. ആ ആരംഭദശയിൽ അത് അനുവദിച്ചാൽ പിന്നീടത് വളരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കാം ദൈവം എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റായിട്ട് തന്നെ അതിന് ശിക്ഷ വിധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവം പലരോടും കരുണ കാണിക്കുന്നുണ്ട്, മറ്റൊരു കാര്യം പോകട്ടെ. എന്നാൽ ആരംഭദശയാണ്, അതിൻ്റെ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ പിശാച് പല വിധത്തിലുള്ള എതിർപ്പുകളിൻ്റെ നടുവിൽ കൂടെ വളർന്നു വരുന്ന സഭയെ എന്ത് ചെയ്യുകയാണ്? ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ അശുദ്ധമാക്കുവാൻ കടന്നു വന്ന ആ ഡിഫെയിൽമെൻറ്റിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിന്നതുകൊണ്ട് അവിടെയും പിശാച് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അതിൻ്റെ അനന്തരഫലം അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിച്ചു പഠിച്ചാൽ അവർക്കെല്ലാം ഭയമുണ്ടായെന്നാണ്. അപ്പോൾ ദൈവഭയം ജനത്തിൻ്റെ ഇടയിൽ വർദ്ധിക്കുകയും അവർ കൂടുതൽ ദൈവസന്നിധി വിധേയരാകുകയും ചെയ്തപ്പോൾ സഭ പിന്നെയും വളരുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്, ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ
ഈ ജനം ഒരു ലക്ഷ്യബോധത്തോടെ ഇറങ്ങി തിരിച്ചവരാണ്. പലതും അവർ വിട്ടു. കുടുംബത്തെ തന്നെ നമുക്കറിയാം, അന്ന് ഏകരായ വിശ്വാസത്തിൽ വന്നവരാണെന്നും പലര്. അപ്പോൾ അവരുടെ കുടുംബ സാഹചര്യങ്ങൾ വിട്ടു, ജാതീയ പശ്ചാത്തലങ്ങൾ വിട്ടു, ഒരുപക്ഷെ അവരുടെ ജോലി പോലും വിട്ടിട്ടുണ്ടായിരിക്കാം. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. വലിയ പീഡയിലൂടെ ഒക്കെ നടന്നു പോകുന്ന അവരുടെ ലക്ഷ്യം എന്താണ്? യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച ആ വലിയ പ്രത്യാശ മുന്നിൽ കണ്ടുകൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. വലിയ സന്തോഷമാണ്. ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്തിയും പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്ന ദൈവസഭ ഏക ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6-ാം അധ്യായത്തിൽ എന്ത് സംഭവിച്ചെന്നാണ് വായിക്കുന്നത്. 6-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്കകത്ത് ഒരു പിറുപിറുപ്പുണ്ടാകും. നിങ്ങൾ ചിന്തിക്കണേ, നമ്മുടെ കാലഘട്ടമൊന്നുമല്ല, അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കുന്ന സഭയിലെ കാര്യമായി പറയുന്നത്. ശ്രദ്ധിച്ചോണം. ഈ നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സഭയുടെ സ്ഥിതിയൊക്കെ എന്തോ ഭാഷേ എന്ന് ചോദിക്കാറുണ്ട്. അന്നത്തെ പോലെ തന്നെയൊക്കെ ഉള്ളൂ ഇന്നും. ഒരുപക്ഷെ അന്നത്തെ അത്ര ഇല്ല, നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നേ. അന്നും ദൈവത്തെ സേവിക്കുന്നവരുണ്ട്, വിശുദ്ധരായി ജീവിക്കുന്നവരുണ്ട്, ഇന്നും ഉണ്ട്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ലേ ഇതിന്? അപ്പോൾ ഇത് പഠിച്ചു നോക്കിയാൽ 6-ാം അധ്യായത്തിൽ ഈ അപ്പോസ്തലന്മാരെല്ലാം ഉള്ള ആ സഭയിൽ ഒരു പിറുപിറുപ്പ് എന്തിനാണെന്നറിയാമോ? എന്തിനാ പിറുപിറുപ്പ്? ചെറിയ കാര്യത്തിനൊന്നുമല്ല. അവിടെ ഭക്ഷണം വിളമ്പുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ കേട്ടിട്ടുണ്ട്, എറണാകുളത്ത് ഒരു സഭ പിരിഞ്ഞത് ഒരു 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 പാത്രത്തെ ചൊല്ലിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ഒരു പാത്രത്തെ ചൊല്ലിയുള്ള വഴക്ക് തുടങ്ങി അവസാനം ആ സഭ അങ്ങ് എന്ന് പറഞ്ഞ പോലെ അവിടെ ഉണ്ടായ പ്രശ്നം നിങ്ങൾക്ക് 6-ാം അധ്യായം അറിയാവുന്നതുകൊണ്ട് ഞാനത് അതിലേക്ക് പോയാൽ നമ്മുടെ സമയം അങ്ങ് പോകുന്നതുകൊണ്ടാണ്. അപ്പം ആ 2 കൂട്ടം ആളുകളുണ്ട് അവിടെ. വിധവമാരായ സ്ത്രീകൾക്ക് അന്ന് സഭ, മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ആദിമസഭയുടെ ഒരു പ്രത്യേകത, ഏകരായിട്ടൊക്കെ വന്നവരും വിധവമാരായവരും ഒക്കെ സംരക്ഷിക്കുന്ന ചുമതല അന്ന് സഭ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം വിളമ്പുന്നുണ്ട്. നിങ്ങളത് പഠിച്ചാൽ അവിടെ ഭക്ഷണത്തിൻ്റെ കുറവല്ല, സൂപ്പർവിഷൻ ശരിയായില്ലെന്നുള്ളതാണ്. അത് വായിച്ചാൽ നിങ്ങൾ മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എത്തിയില്ല. നമുക്കറിയാം, പണ്ടൊക്കെ സദ്യക്കൊക്കെ നമ്മൾ പോയിരിക്കുമ്പം 100-500 പേരുള്ളൊരു സദ്യക്ക് പോകുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒന്നും നമുക്ക് കിട്ടത്തില്ല, വലിയ പാടാണ് എന്ന് പറഞ്ഞ പോലെ ഒരു സൂപ്പർവിഷനിൽ ഉണ്ടായതാണ് അവിടെ. അങ്ങനെ സൂപ്പർവിഷനിൽ ശരിയായ നിലയിൽ അത് നോക്കാൻ ആളില്ലാതെ വന്നപ്പോൾ പിറുപിറുത്തു. ചില ആൾക്കാർ പിറുപിറുക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ചിതറിപ്പാർത്തവരിൽ നിന്ന് വന്ന യഹൂദന്മാരായ അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിലുള്ള വിധവമാരും യെരുശലേമിലുള്ള വിധവമാരും. അപ്പം യെരുശലേമിലുള്ള വിധവമാരെ ഒരുപക്ഷെ അപ്പോസ്തലന്മാർക്ക് കൂടുതൽ പരിചയം കാണും, അല്ലെങ്കിൽ വിളമ്പുന്നവർ കൂടുതൽ. നമുക്കും അങ്ങനെയാണല്ലോ, ഈ മുഖപരിചയമുള്ളവർക്കൊക്കെ നമ്മൾ ചിലപ്പോൾ നേരെ അങ്ങ് ഓടിക്കൊണ്ടുകൂടും. മറ്റുള്ള അവിടെ നിൽക്കുമ്പോൾ 1-2 കഥ പറയാൻ നിൽക്കും. ആ കൂട്ടത്തിൽ മറ്റവരുള്ളവർ വിട്ടുപോകും. അതാണ് അവിടെ സംഭവിച്ചേ. ഭക്ഷണത്തിൻ്റെ കുറവല്ല, അവിടെ പിറുപിറുപ്പ് ആരംഭിച്ചു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആ വിഷയം ദൈവദാസന്മാരുടെ ചെവിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവവചനവും പ്രാർത്ഥനയും വിട്ടിട്ട് ഞങ്ങൾ ഈ മേശയിലേക്ക് ശുശ്രൂഷിക്കാൻ പോകുന്നത് യോഗ്യമല്ല. ആ വാക്യം ഒന്ന് വായിക്കാം, നിങ്ങൾ എടുത്തിങ്ങനെ വായിക്കാമോ? ദൈവവചനം ഉപേക്ഷിച്ച് അതിൻ്റെ 4-ാം വാക്യം കൂടെ വായിക്കാമോ? ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും. ഇത് പറയാൻ കാരണം അപ്പോസ്തലന്മാർ മനസ്സിലാക്കി, ഇത് ഞങ്ങളുടെ ശ്രദ്ധയെ മാറ്റാനുള്ള പിശാചിൻ്റെ ഒരു പദ്ധതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാ അവർ മനസ്സിലാക്കിയത്. ഈ ചെറിയ പിറുപിറുപ്പ് വന്നപ്പോഴേ അവർ മനസ്സിലാക്കി, ഇത് ഞങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പിശാച് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ ഉറ്റിരിക്കും. അതിനു മുമ്പേ പറഞ്ഞു, ഞങ്ങൾ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ വിട്ട് പിന്നെ ഉപേക്ഷിച്ച് മേശകളിൽ. പിശാചിൻ്റെ തന്ത്രം അതായിരുന്നു, എങ്ങനെയെങ്കിലും ഇവരുടെ ശ്രദ്ധയൊന്ന്. ദൈവമക്കളെ, ഡിസ്ട്രാക്ഷൻ എന്ന് പറയും, അത് അപ്പോസ്തലന്മാരൊന്നുമില്ല, പാസ്റ്റർമാരൊന്നുമില്ല, വിശ്വാസികളൊന്നുമില്ല. നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. നിങ്ങൾ ഈ 3 പദം മറക്കരുത്. 1, ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ഒരു പദ്ധതിയാണ്. അതൊന്നും ഇന്നും ഏതെങ്കിലും ഒരു അധികാരി അവൻ കയ്യിലെടുത്തെന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആമേൻ, നശീകരണത്തിനായി പിശാച് വരുമ്പോൾ മറുഭാഗത്ത് ദൈവം സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2, ദൈവത്തിന് സ്തോത്രം, നമ്മൾ കണ്ടു ഡിഫൈൽമെൻറ്റ്. അത്
ഇന്നും യാഥാർത്ഥ്യമാണ്. അന്നും അത് നടന്നെങ്കിൽ ഇന്നും പിശാച് അനേകരെ തങ്ങളുടെ പൂണിയിൽ വീഴ്ത്തിക്കളയുവാൻ ദൈവിക വിശുദ്ധിയിൽ നിന്ന്, ദൈവവചനത്തിൻ്റെ സത്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും നിലകളിൽ നമ്മെ വഴുതി അതെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന ആ പിശാചിൻ്റെ തന്ത്രം ആരംഭഘട്ടങ്ങളിൽ എന്ന പോലെ ഇന്നും സജീവമായി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ദൈവസനിലുള്ള ജീവിത വിശുദ്ധി നഷ്ടപ്പെടാതെ, കർത്താവിൻ്റെ മുമ്പാകെയുള്ള നിർമ്മലമായ ഭക്തി തള്ളിക്കളയാതെ അന്ത്യം വരെ കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള വലിയ ഹൃദയവാഞ്ച നമുക്ക് ഈ ദിവസം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഡിഫൈൽമെൻറ്റ് 3 ഡിസ്ട്രാക്ഷൻ ഒരർത്ഥത്തിൽ അതിനെതിരെ ഉള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ഉപവാസ പ്രാർത്ഥന. വാസ്തവത്തിൽ ഉപവാസ പ്രാർത്ഥന എന്തിനാണ്? നമ്മുടെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഇതിലും പറ്റിയ ഒരു സന്ദർഭമില്ല ദൈവമക്കളെ. ഉപവാസം എന്ന് പറയുന്നത് ഒരാത്മതപനമാണ്. ബൈബിള് പറയുന്നു, ആമേൻ, ഇതൊരാത്മതപനമാണ്. ആമേൻ. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഐ ഹംബിൾഡ് മൈസെൽഫ് ഇൻ ഫാസ്റ്റിംഗ് എന്നാണ്. ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. എൻ്റെ മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ എൻ്റെ ശരീരവും മനസ്സും ഹൃദയവും ഒരുപോലെ ചേർന്ന് ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ മനഃപൂർവ്വം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വന്നിരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ. ആമേൻ. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം പിന്നെയും കൊതിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ശിംശോനെ കുറിച്ച് തിരുവനന്തപുരത്തിൽ കാണുവാൻ കഴിയും. ശിംശോനെ ദൈവം വിളിച്ചപ്പോൾ നമ്മൾ കാണുന്നത്, ശിംശോനോട് പറഞ്ഞു, നീ മുന്തിരിവള്ളിയുടെ അനുഭവങ്ങളിൽ നിന്നും കുടിക്കരുത്. ഒരു ദൈവാസനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർപ്പിച്ചു, അന്നുണ്ടായിരുന്ന ഒത്തിരി കിഡ്സ് ഉണ്ട്, ഒത്തിരി കുട്ടികളുണ്ട്. വേണം ശിംശോന് പറയുന്നുണ്ട്, ഇവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരൊരു കാർഷിക വിളയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്. മുന്തിരിയുടെ അനുഭവം എന്ന് പറയുന്നത് അവരുടെ ഡെയിലി ലൈഫിലുള്ളതാണ്. വേണമെങ്കിൽ ശിംശോന് പറയാം, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. പക്ഷേ നമ്മളവിടെ പഠിക്കുമ്പോൾ, ശിംശോനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ശിംശോനെ, നീ മറ്റുള്ളവരുമായി നിന്നെ കമ്പയർ ചെയ്യരുത്. കാരണം എന്താ? നിൻ്റെ മേലൊരു ദൈവത്തിൻ്റെ വിളിയുണ്ട്. ആ വിളിയാണ് പ്രധാനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിളിയുള്ളവൻ, ദൈവത്തിന് സ്തോത്രം, അതിനെ മുറുകെ പിടിച്ചോണം. ഉന്നതമായൊരു വിളി കൊണ്ട് എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചെങ്കിൽ മറ്റുള്ളവരുമായി നമ്മെ കമ്പയർ ചെയ്യരുത് ദൈവമക്കളെ. അവിടെ ഇവിടെ നോക്കരുത്. എന്നെ വിളിച്ചിറക്കിയ ഒരു കർത്താവുണ്ട്. ഇമ്പമുള്ളൊരു ശബ്ദം എൻ്റെ കാതുകളിൽ കേൾപ്പിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നവൻ ഓമന പേര് ചൊല്ലി നമ്മളെ വിളിക്കുമെന്ന് അല്ലെങ്കിൽ വിളിച്ചു എന്ന് വായിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടോ? അതോ ഒരിക്കൽ ഒരു അശരീരി പോലെയോ അല്ല ഒരു തോന്നൽ പോലെയാണോ? അതോ മകനെ മകളെ എന്ന് വിളിക്കുന്ന, നമ്മുടെ പേരറിയാവുന്ന, പേരുകൊണ്ട് നമ്മളെ വിളിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? ആ ദൈവ ശബ്ദം കേട്ടിട്ടുള്ളവർ ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പല വിധത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ അവരെ സഹിക്കേണ്ട വന്നപ്പോഴും നമുക്കറിയാം ഒത്തിരി പേര് വിട്ടുപോയി. കർത്താവ് ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ പത്രോസ് ഒരിക്കൽ പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ടെവിടെ പോകും? അതുമാത്രമല്ല, ആ ഭാഗം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭയമൊക്കെ ഉണ്ടെങ്കിലും ദൈവശബ്ദം കേട്ടവന് പിന്തിരിയാൻ പറ്റത്തില്ല. ദൈവമക്കളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദിമസഭ അഭിമുഖീകരിച്ച ഈ 3 കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രധാനമായി ഞാൻ ഓർപ്പിച്ചത്. ആ ആദിമസഭയുടെ 4 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞിരുന്നു. 3 ആദിമസഭ നേരിട്ട 3 വെല്ലുവിളികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 1, ദൈവത്തിന് സ്തോത്രം, അധികാരികളിൽ നിന്നുള്ള ഡിസ്ട്രക്ഷൻ അവർക്ക് നേരിടേണ്ടി വന്നു. 2, അവരെ അശുദ്ധമാക്കുന്ന പ്രവണത അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. 3, അവരുടെ ശ്രദ്ധയെ തിരിച്ചു കളയുന്ന, പ്രാർത്ഥനയിൽ നിന്ന്, വചന ശുശ്രൂഷയിൽ നിന്ന്, ആത്മീയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവരെ ശ്രദ്ധ തിരിച്ചു വിടുന്ന പിശാചിൻ്റെ തന്ത്രം. ഇത് 3 ഇന്നും നമ്മുടെ ശ്രദ്ധയോടൊന്ന് നോക്കിയാൽ ഇത് തന്നെയാണ് ഇന്നും പിശാച് ദൈവസഭയ്ക്കെതിരെ ഉപയോഗിക്കുന്നത്. അധികാരികളെ ഉപയോഗിച്ച് പിശാച് വളരെയേറെ ശ്രമിക്കുന്നു. 2, അശുദ്ധിയിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്ന കാഴ്ച. 3, നമ്മുടെ ശ്രദ്ധ പല നിലകളിൽ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ശ്രദ്ധയെ പിശാച് വഴിതിരിച്ചു വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം.
തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ്, ഞാൻ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ലഭിക്കുന്ന സമയം അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ മറ്റ് വേദഭാഗങ്ങളിലൂടെയും കടന്നു പോകാമെന്ന് ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. കർത്താവേ, ഇതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ വ്യക്തിപരമായി ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം, ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ്. ആ രക്ഷയുടെ അനുഭവം, ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം, ക്രിസ്തുവിൽ നമ്മൾ ജനിക്കുന്ന അനുഭവം, അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയതിനായി നാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ആ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടിയ നാൾ മുതൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആഹ്വാനമാണ് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഹ്വാനം. പ്രൈസ് ലോർഡ്. ഒരിക്കലും ഒരു സെർട്ടൺ റൂൾസ് പിന്നീട് നമ്മൾ സ്വീകരിക്കുന്നതല്ല. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഹ്വാനം കർത്താവിൻ്റെ സന്നിധിയിൽ നാം രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതാണ്. തിരുവചന ഭാഗം നമ്മൾ അതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ, അതിൻ്റെ അർത്ഥം ആ ദിവസം തന്നെ നമ്മൾ പെർഫെക്റ്റ് ആകുന്നെന്നല്ല. കർത്താവിനെ കണ്ടുമുട്ടുന്ന നാളിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. അപ്പോൾ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന ദിവസം മുതൽ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു ഉൾവിളിയാണ്, എൻ്റെ കർത്താവിനെ പോലെ, എൻ്റെ കർത്താവിൻ്റെ ഹിതം പോലെ എനിക്ക് വിശുദ്ധനായി തീരണം. ഒരു പക്ഷേ നമ്മളിലൊക്കെ ഒത്തിരി കുറവുകളുണ്ടാകാം, എന്നാൽ ആ ഉള്ളിലുള്ള വിളി ഒരിക്കലും നഷ്ടപ്പെടരുത്. ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള വലിയ ഹൃദയവാഞ്ച നമ്മളിലുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ സ്നാനത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് ഞാൻ തിരിയുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവജനമേ, കർത്താവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, അതനുസരിക്കുന്നതിനും വലിയ ഭാഗ്യമില്ല. കർത്താവിന് മഹത്വം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട്, വിശ്വസിച്ചവർ ദൈവ കൽപ്പന അതേ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനത്തിൻ്റെ വിശദമായ ഉപദേശ രൂപങ്ങളെല്ലാം ലേഖനങ്ങൾ നമ്മളുടനീളം കാണുന്നുണ്ട്. എന്നാൽ പിന്നീടുള്ള അനുഭവത്തെക്കുറിച്ചാണ് ഒന്നുകൂടെ നമ്മൾ ഈ ദിവസം ഊന്നൽ നൽകേണ്ടത്. അടിസ്ഥാനപരമായ ഉപദേശങ്ങളൊക്കെ നമുക്ക്, ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം, വേർപെട്ട ഒരു ജീവിതം, കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നിത്യാദി സംഭവങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ വേർപെട്ട സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ ഇന്ന് പല വ്യത്യസ്ത ചിന്താഗതികളുണ്ട്. ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ആമുഖമായി ക്ലാസ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മളായിരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മെ കർത്താവ് വേർതിരിച്ച്, അല്ല പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും ദൈവം നമുക്ക് ഈ അനുഭവം നൽകി തന്നു. സഭകളിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്താഗതികൾ പുലർത്തുന്ന മനുഷ്യരുണ്ട്. ഇതും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു പുതിയ അനുഭവമല്ല. ഫ്രം ദ വെരി ബിഗിനിങ്, ആദിമസഭയുടെ അന്ന് തൊട്ട് ഈ അനുഭവമുണ്ട്. ഒരു ചെറിയ ചരിത്ര പശ്ചാത്തലം പറഞ്ഞാൽ, ചരിത്രം കൂടെയൊക്കെ ഒന്ന് വിശദീകരിച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും, നമ്മൾ ആദിമസഭയെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന സഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ ചൈതന്യം ഇങ്ങനെ ആദ്യം മുതൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവാണ് ദൈവസഭയെ നയിച്ചത് എന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് മഹത്വം. എന്നാൽ 1-ാം നൂറ്റാണ്ട് അങ്ങോട്ട് കഴിഞ്ഞ സന്ദർഭം തൊട്ട് നമ്മൾ ദുരുപദേശങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്കറിയാം സഭകൾ പലതും അന്ന് നേരിട്ട വലിയ വെല്ലുവിളി, തത്വചിന്തകൾ, ഫിലോസഫികൾ ധാരാളം ഉടലെടുത്ത ഒരു മേഖലയും ഈ കൊരിന്ത് പട്ടണത്തോടൊക്കെ സമീപദേശങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ തത്വചിന്തകൾ, മനുഷ്യൻ കൂടുതൽ ജ്ഞാനം സമ്പാദിക്കാൻ തുടങ്ങിയതോടുകൂടെ അതും ദൈവസഭയ്ക്കകത്ത് കയറി വന്നു. അപ്പോൾ ദുർവ്യാഖ്യാനങ്ങളുണ്ടായി, ദുരുപദേശങ്ങളുണ്ടായി, തത്വചിന്തകളിലൂടെ കയറി വന്നപ്പോൾ സഭയുടെ സ്ഥിതിയെല്ലാം മാറി. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്ന സഭയുടെ അനുഭവമല്ല പിന്നീടുള്ള ഒരു വലിയ നൂറ്റാണ്ട്. 5-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം ഒരു 16-ാം നൂറ്റാണ്ട് വരെ സഭാചരിത്രകാരന്മാർ പറയുന്ന ഇരുണ്ട യുഗമെന്നാണ്. സഭാചരിത്രം പഠിക്കുമ്പോൾ ഇരുണ്ട യുഗം എന്ന് പറഞ്ഞാൽ ആ ഇരുണ്ട യുഗത്തിലൊന്നും ദൈവമക്കളില്ലായിരുന്നു എന്നല്ല. അന്നും പരിശുദ്ധാത്മാവ് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ശേഷിപ്പ് അന്നും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഇരുണ്ട യുഗത്തിലും ഉണ്ടായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. നാം എപ്പോഴും ഓർക്കേണ്ടത് അതാണ്.
എവിടെയെല്ലാം ആത്മീയമായ പരാജയങ്ങൾ നമ്മൾ കാണുമ്പോഴും നമ്മൾ വിധി എഴുതരുത്. കർത്താവിനെ സേവിക്കുന്നവർ അന്നുമുണ്ട് ഇന്നുമുണ്ട്, ഒരു ശേഷിപ്പുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പിന്നീട് നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ സഭാ ചരിത്രം പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ഈ സഭ രാജകീയ പ്രതാപത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അധികാര വടംവലി അവരുടെ ഇടയിൽ ഉണ്ടായത് നിമിത്തമാണ് കിഴക്കെന്നും പടിഞ്ഞാറെന്നും സഭ രണ്ടായി പിരിയുന്നു. പൗരസ്ത്യമെന്നും പാശ്ചാത്യമെന്നും രണ്ടെന്ന് തിരിയുന്നു. നമുക്കറിയാം, ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാവുന്നവരാണ്. എന്നാൽ ആ അന്ധകാര യുഗത്തിലും ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. അതിന് കീഴ്പ്പെട്ട് ആത്മാവിനെ ജ്വലിപ്പിക്കുകയും ആത്മാവിനെ അനുസരിക്കുകയും ചെയ്യുന്നവർ വിരളമായിരുന്നു എന്ന് മാത്രം. വലിയ കൂട്ടമില്ലായിരുന്നു, വിരളമായിരുന്നു. അത് അപ്പോസ്തലന്മാർക്ക് ശേഷം വന്ന സഭാപിതാക്കന്മാരെന്നറിയപ്പെടുന്ന ക്ലെമൻ്റ് ഓഫ് റോം, ഇഗ്നേഷ്യസ്, തെർത്തുല്യൻ, ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസ്, ഇവരുടെയുള്ള എഴുത്തുകളെല്ലാം ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഒറിഗൺ, ഇവരുടെ എല്ലാ എഴുത്തുകളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇരുണ്ട യുഗത്തിലും ഒരു കൂട്ടം ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഒന്ന്, അങ്ങനെ രണ്ട് മുഖ്യധാര ക്രിസ്തീയ വിശ്വാസത്തോടൊപ്പം തന്നെ രണ്ട് പ്രധാന ധാരകൾ ഇങ്ങനെ മുമ്പോട്ട് വന്നു. ഒന്ന്, ജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഫിലോസഫി കൂടുതലുണ്ടായിരുന്നു. അവരെക്കുറിച്ച് പറഞ്ഞ നോസ്റ്റിസിസം അല്ലെങ്കിൽ ജ്ഞാനവാദം തന്നെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടർ, അവരെ നോസ്റ്റിസ് എന്നാണ് പറയുന്നത്. മറ്റൊരു കൂട്ടർ ആത്മാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ന്യൂമ എന്നാണ് ഗ്രീക്കിലെ ആത്മാവിന് പറയുന്നത്, കൊടുത്തിരിക്കുന്ന പേര്. അവരെ ന്യൂമാറ്റിക്സ് എന്നാണ് പറയുന്നത്. പൊതുവേ അവരെ പറയുന്നത് ന്യൂമാറ്റിക്സ്. അപ്പം നോസ്റ്റിസിക്സും ഉണ്ടായിരുന്നു, ന്യൂമാറ്റിക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ധാരകൾ അന്നു മുതലുണ്ട്, ഇന്നുമുണ്ട്. ഇന്ന് നമ്മുടെ സഭയിൽ എടുത്തു നോക്കിയാലും കുറേ ആളുകൾ ജ്ഞാനത്തിന് കൂടുതൽ, ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. മറ്റൊരു കൂട്ടർ പരിശുദ്ധാത്മാവിന് കൂടുതൽ പ്രാധാന്യം. ഈ ഒരു വലിയ ഏറ്റുമുട്ടൽ സഭകളിലുണ്ട്. എന്നാൽ ദൈവമക്കൾ മനസ്സിലാക്കണം, നമുക്കിതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യുവാനായിട്ട് കഴിയുന്നത്, എന്താണ് ദൈവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവൃത്തിയെ നമ്മൾ യഥാർത്ഥമായി തിരുവെഴുത്തിലൂടെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ആയിത്തീരണം. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നാണ് പെന്തക്കോസ്തിൻ്റെ ചിന്ത ആരംഭിക്കേണ്ടത്. നമ്മെ എന്തിന് കർത്താവ് വിളിച്ചു, എന്തിന് കർത്താവ് വേർതിരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി അവസാനം പറഞ്ഞ് ഞാൻ നിർത്താം. കൊരിന്ത്യ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ അപ്പോസ്തല പ്രവൃത്തി കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആവർത്തിച്ച് പൗലോസ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ലയോ എന്നാവർത്തിച്ചുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല അങ്ങനെ ചോദിക്കുന്നത്, പക്ഷേ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അവരുടെ അറിവ് അവരെ ചീർപ്പിക്കുന്നു എന്നവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ പലതും അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഈ ആരംഭ ദിവസം ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് ചിന്തിച്ച്. ഒത്തിരി അറിവുകൾ നമ്മുടെ മനസ്സിലുണ്ടാകാം, പക്ഷേ അതിലപ്പുറത്തായി കർത്താവെ, പരിശുദ്ധാത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തണമേ, തിരുവചനത്തിൻ്റെ വെളിച്ചം എനിക്ക് നൽകി തന്നെ നടത്തണമേ എന്ന് ഹൃദയംഗമായി നമുക്ക് ആഗ്രഹിച്ച് ദൈവത്തോട് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാൽ ഈ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് നിന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ കടന്നു വരുന്ന, നിന്നെ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതൽ കർത്താവ് തരുവാനിടയാകും. ഹല്ലേലൂയ. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായി ദൈവകൃപയെ ശക്തിപ്പെടുന്ന ഒരനുഭവം, ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരനുഭവം, പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഒന്നുകൂടെ ഞാൻ അനുഭവിക്കുന്ന ഒരനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഹൃദയംഗമായി ദൈവമക്കൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതിന് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ വാഗ്ദത്തങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല. പിശാചിൻ്റെ തന്ത്രങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ പ്രകാരം ദൈവസഭയെ തകർക്കുവാൻ കടന്നു വന്നു. അതേപോലെ തന്നെയാണ് ഇന്നും ഈ സമൂഹത്തിലും ഇന്നും നമ്മുടെ ഇടയിലും പിശാചവൻ്റെ തന്ത്രങ്ങൾ മെനയുന്നത്. എന്നാൽ മറക്കരുത്, അന്ന് ദൈവഭക്തന്മാർ എങ്ങനെ അവനെ ജയിച്ചോ അതേ പരിശുദ്ധാത്മശക്തി ഇന്നും കർത്താവ് നമ്മുടെ മേൽ പകരുന്നവരാണ്. എത്ര പേർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട്.
അവരെ നിറയ്ക്കുവാൻ ദൈവം നമ്മുടെ മടുവിൽ വന്നിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഈ പ്രാർത്ഥനയിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തും. എത്ര പേർ അതിനുവേണ്ടി വാഞ്ചിക്കുന്നുണ്ട്? ഓരോ ഉള്ളങ്ങളെയും ദൈവം സ്പർശിക്കും. എനിക്ക് സാധിക്കത്തില്ലെന്നും കഴിയത്തില്ലെന്നും ആമേൻ എന്നെ കൊണ്ട് ഇനി ഒക്കുകയില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ സന്ദർശിക്കുന്ന, അവൻ നമ്മെ നനയ്ക്കുന്ന, അവൻ നമ്മെ പുതുക്കുന്ന, പുതിയ അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന ചില ദിവസങ്ങളാണിതെന്ന് ഹൃദയംഗമായി വിശ്വസിക്കുന്നവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആഴമേറിയ അനുഭവത്തിലേക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ നടത്തി എന്നെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, എൻ്റെ ഏകാഗ്രതയെ തെറ്റിക്കുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ച് ഒരു പുത്തൻ അനുഭവത്തോടെ ഒരു പുതിയ കാൽവെപ്പിനായി പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കും എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളാകുന്ന കൃപാവരങ്ങളാൽ എന്നെ നിറച്ച് ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ദൈവം എന്നെ നിറയ്ക്കുന്ന, ശക്തീകരിക്കുന്ന ചില നിമിഷങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മനിറവ് കേവലം ആത്മനിറവിലുള്ള അന്യഭാഷയിലുള്ള അനുഭവം മാത്രമല്ല. എളിയ ജീവിതാനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നും ഓർക്കുന്നു, പരിശുദ്ധാത്മനിറവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തന്നൊരു ചിന്ത, ഞാൻ എൻ്റെ കർത്താവിനുള്ളവനാണെന്നാണ്. ഞാനൊരു BSc കെമിസ്ട്രി വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, എനിക്ക് 4 സഹോദരിമാരാണ്. എൻ്റെ പിതാവ് പാരമ്പര്യമായൊരു ബിസിനസ് ചെയ്തു വന്നിരുന്ന ആളാണ്. ഞങ്ങളൊരു ഓർത്തഡോക്സ് കുടുംബം പശ്ചാത്തലമാണ്. എൻ്റെ ഭവനത്തിൽ പാസ്റ്റേഴ്സ് ഇല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാമധേയ ക്രൈസ്തവരായിരുന്നു ഞങ്ങൾ. പള്ളിയുമായിട്ടൊന്നും അങ്ങനെ ബന്ധപ്പെടുവാൻ ഞങ്ങളുടെ തൊഴിലോ ഞങ്ങളുടെ ജീവിത നിലവാരങ്ങളൊന്നും ഞങ്ങളെ അതിന് സഹായിച്ചിരുന്നില്ല. ബിസിനസ്സുകാർക്ക് സൺഡേ ഒരു ദിവസം കിട്ടുന്നൊന്നും അങ്ങനെ പള്ളിയിൽ പോകുന്ന പതിവില്ലായിരുന്നു. എന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്, യേശുവിനെ അറിഞ്ഞ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച അന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു ദൂത്, നീ എനിക്കുള്ളവനാണെന്ന്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആ ആത്മനിറവാണ് ഒരു സുവിശേഷകനായി എന്നെ മാറ്റിയത്. BSc കെമിസ്ട്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ എൻ്റെ പരീക്ഷയുടെ സമയത്തൊരു പോർഷനെ പോലെ എൻ്റെ ബുക്ക് മടക്കി വെച്ച് എൻ്റെ മുറിക്കകത്ത് ഞാൻ കേട്ടൊരു ശബ്ദം, എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ വേർതിരിയണം. 1990 ഏപ്രിൽ മാസം 2-ാം തീയതി ആ ദിവസമാണ് ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചത്. ഒരു പോഷനെ പോലെ അന്നിറങ്ങി. എന്നാൽ ദൈവം വിശ്വസ്തൻ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിറവേറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഞാനിത് പറയാൻ ആഗ്രഹിച്ചതല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും, ഈ രാജ്യത്തായിരിക്കുന്നവരായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, ആത്മനിറവിൻ്റെ അനുഭവം നമ്മുടെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളെ നിശ്ചയിക്കുന്നതാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില മാറ്റങ്ങൾ ദൈവം തരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്ന ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്ന, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുന്ന ചില ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.